എനിക്കും അഭിലാഷിനും ശ്രീ ഉപേന്ദ്രനാരായണനും ഡിജോ കാപ്പനും ചെയ്യാൻ പറ്റാത്ത പലതും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ NHA കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അഭിലാഷേ. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾക്കുള്ള മുന്നറിയിപ്പ് വയ്ക്കാതെ, ഇത്തരത്തിൽ എവിടെയൊക്കെയാണോ വർക്ക് നടക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ പോലീസിനെ കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പെട്രോളിങ് നടത്തിച്ചാൽ അവിടെയൊക്കെ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനാവും. അത് ഉപേന്ദ്രനാരായണനോ MK ഹരിദാസോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ? സാർ, ഇവിടെ അങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, ആ കുഴി വലിയ കുഴിയാണ്, അതിൻ്റെ വക്കത്തു കൂടി വേണം 2 വീലർ ഓടിച്ചു പോകാൻ, ഏത് സമയത്തോ കുഴിയിലേക്ക് വീഴും, അവിടെ എന്തെങ്കിലും ഒരു അപകട സൂചന വെക്കൂ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലീസുകാർ കേൾക്കുമോ? കേൾക്കില്ല. അതിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു ഓമനക്കുട്ടൻ മരിച്ചിട്ട് നിങ്ങളുടെ 224ൻ്റെ ചർച്ചയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓമനക്കുട്ടൻ്റെ കുടുംബം അനാഥമായി, പ്രിയയുടെ കുടുംബം അനാഥമായി, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ തൃശ്ശൂർ മരിച്ച ആ ചെറുപ്പക്കാരൻ്റെ കുടുംബം അനാഥമായി. അപ്പോഴൊക്കെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്നത് ഇതിലത്തെ വലിയൊരു പ്രശ്നമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയുമില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ ജനങ്ങളുടെ സമയത്തിന് പോലും വിലയില്ല. ഗുരുവായൂർ സ്വദേശിയായ ഞാൻ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ വഴി ഗുരുവായൂരിലേക്ക് എത്താൻ 8.5 മണിക്കൂർ എടുത്തു, 93 കിലോമീറ്റർ ഓടിയെത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ കാണുന്നില്ലേ? ഈ ടോൾ ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഹൈക്കോടതി വിമർശനമുണ്ടായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒരു ചർച്ച നടത്താൻ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ KV തോമസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഭീകരമായ ശമ്പളം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭീകരമായ ചെലവോട് കൂടിയിട്ട് ഡൽഹിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്, അയാൾക്കോ സാധിച്ചോ? സാധിച്ചില്ല. നമ്മളിപ്പോഴും ടോള് കൊടുത്ത് ഇഴഞ്ഞ്, സത്യമാണ് അഭിലാഷ ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വരെ ഞാൻ 2nd ഗിയറും 3rd ഗിയറും അല്ലാണ്ട് 4th ഉം 5th ഉം ഗിയർ ഇടാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം എല്ലാം കഴിഞ്ഞ് തൃശ്ശൂരെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്വസ്ഥമായിട്ട് പോകാമെന്ന്. ഇവിടെ ഇപ്പോൾ അധ്യാപകൻ പറഞ്ഞതുപോലെ തന്നെ പുഴയ്ക്കൽ കടക്കാനാണ് 1.5 മണിക്കൂർ എടുത്തിരിക്കുന്നത്, പുഴയ്ക്കൽ കടക്കാൻ. ഇനി ഇപ്പുറത്ത് കൂടെ കൊടുങ്ങല്ലൂർ വഴിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്കിനെ പെട്ടെന്നാണ് എന്ത് പറ്റുന്നത്? എവിടെയെങ്കിലും ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ റോഡിനെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒന്നുകിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചുവിടുന്നത്. അപ്പോൾ രാത്രിയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ ബോർഡും വെച്ചിട്ടില്ല, ഒരു സിഗ്നൽ ബോർഡും വെച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പിന്നിലത്തെ വാഹനങ്ങളില്ലാതെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഇതേ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് പൈലിങ്ങിന് വേണ്ടിയിട്ട് കുഴിച്ച കുഴിയിലേക്കാവും വീഴുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ നാഷണൽ ഹൈവേയുടെ നമ്മുടെ പണി 2030 പോലും തീരുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയുടെ പണി കഴിയുന്നതിനിടയ്ക്ക് എത്ര പേർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും, എത്ര പേർക്ക് കയ്യും കാലും ഒടിഞ്ഞിട്ട് ആസ്പത്രിയിൽ കിടക്കേണ്ടി വരും എന്ന് പറയാൻ വയ്യാത്ത വിധത്തിലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് നാഷണൽ ഹൈവേ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്വ കുറവിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നാഷണൽ ഹൈവേ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് സാധാരണക്കാർക്കോ നികുതിദായകർക്കോ സാധിക്കില്ല. അതിൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണം. എവിടെയൊക്കെ എന്തൊക്കെ ഇപ്പോൾ ഉപേന്ദ്രനാരായണൻ പറഞ്ഞത് കേട്ടില്ലേ? ഓരോ ടെൻഡറിലും ഇത്തരത്തിലുള്ള വർക്ക് നടക്കുന്നിടത്ത് ഇത്ര കോടി രൂപ എന്തിനു വേണ്ടി മാറ്റിവെക്കണം? അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. എന്താണ്, ഏത് കോൺട്രാക്ടറാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അഭിലാഷേ, 1 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 75 പൈസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അഴിമതി കൂടാതെ നടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്ന് തൃശ്ശൂർ മരിച്ചിട്ടുള്ള ഒരു രക്തസാക്ഷിയെ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പ്രിയ വിധവയാകില്ല. പക്ഷെ അതുപോലും നടത്താൻ നമ്മുടെ നിലവിലെ വ്യവസ്ഥിതി നമ്മളെ അനുവദിക്കാതെ ഒരുപാട് വളരെ പ്രധാനമാണ്.